നല്ല ടോപ്പിക് ആയിരുന്നു. ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ 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 സംസാരിച്ചോളൂ. ഹലോ, ഞാൻ അശ്വതിയാണേ. ഓക്കെ. ഒരു ലേഡിയുടെ പിക്കുള്ളതാണ് ഞാൻ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗ്രൂപ്പിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, കാരണം ഈ ടോപ്പിക് കൊണ്ടുവന്നതിന്. അത് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് നല്ലൊരു സെക്സ് അനുഭവം ഉണ്ട് എന്റെ ജീവിതത്തില്. സെക്സിന്റെ അനുഭവങ്ങളേ ഉള്ളൂ. നിറയെ ഒരു എപ്പിസോഡ് തോറും പോവേണ്ട കഥകളാണ്. പ്ലീസ്. ഓക്കെ, ചില കാര്യങ്ങൾ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കറന്റ് ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കറന്റ് ഞാൻ ഒരാളുമായിട്ട് ഫക്ക് ചെയ്യാറുണ്ട്. അയാളുമായിട്ട് നല്ല രീതിക്ക് കളിച്ചോണ്ടിരിക്കുന്ന, അർമാദിക്കുന്നു എന്ന് പറയാം. ഞാനൊരു 26 ആയപ്പം, ഏജ് 26 ആയ ടൈമിൽ ഞാൻ കളിക്കാൻ തുടങ്ങിയതാണ്. നല്ല ആസ്വദിച്ച് കളിക്കാൻ. ഞാൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നും അല്ലായിരുന്നു. ജസ്റ്റ് എന്റെ ഫ്രണ്ട് വഴി എനിക്ക് പരിചയമുള്ളൊരു ആളിനെയാണ്. ഹലോ, പറഞ്ഞോളൂ അശ്വതി, പറഞ്ഞോളൂ. ആ ഫ്രണ്ട് വഴി പരിചയപ്പെട്ടതാണ്. അദ്ദേഹത്തിനെ കണ്ടു ഒരു 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അയാളിനോട് പിന്നെ പ്രേമം തുടങ്ങി. കളിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അയാളിനോട് വല്ലാത്തൊരു പ്രേമമാണെന്ന്. പക്ഷെ കളിച്ചു തുടങ്ങിയപ്പോ എന്റെ പൊന്ന മക്കളെ, അതൊരു സുഖമായിരുന്നു. എത്ര പൊസിഷൻ, കാമസൂത്രയിൽ 264 എന്ന് പറയുന്ന പൊസിഷൻസ് ഉണ്ടെങ്കിൽ അതിൽ 4 ഇരട്ടി കളിക്കാൻ തോന്നിയിട്ടുണ്ട്. അത്രയും പൊസിഷൻസ് ഒന്നും നമുക്ക് കളിക്കാൻ പറ്റില്ല, പക്ഷെ അതിൽ 4 ഇരട്ടി നമുക്ക് കളിക്കാൻ പറ്റും. അത് എന്താ പറയാ, കാറിനകത്ത് ഫക്ക് ചെയ്യാൻ പറ്റും, ബാത്റൂമിൽ ഫക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴാണെന്നൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന സ്മോൾ പ്ലേസിലാണെങ്കിൽ ഞാൻ ഫക്ക് ചെയ്യാൻ കിട്ടിയ ഞാൻ ഫക്ക്. അതിന് പറ്റിയൊരു പാർട്ട്ണറാണ് എന്ന് പറഞ്ഞാൽ ആള് എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. ആള് അത്രയ്ക്ക് നല്ല കളിക്കാരനാണെന്നും കൂടെ പറയാം. ഒരു കളിക്കാരൻ എന്ന പേര്. ഞാൻ ആളുടെ പ്രത്യേകിച്ച് ആളെനിക്ക് പറയും, നീ നല്ല കളിക്കാരിയാണ്. ഞാൻ പറഞ്ഞു ചുമ്മാ പറയുന്നത്, കാരണം ഇതിന് മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നല്ല കളിക്കാരി അല്ല എന്നാണ് പറഞ്ഞത്. ഇത് ഈ എക്സ്പീരിയൻസ് വേറെ സിനിമയിലുണ്ടല്ലോ കളിക്കാരൻ. ഇത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ. പക്ഷെ എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും, എന്റെ എല്ലാ സപ്പോർട്ടിനും കൂടെ നിൽക്കും. ഏതൊക്കെ പൊസിഷൻ വേണമെന്ന് തോന്നും ആ പൊസിഷനിൽ കളിക്കും. എന്തൊക്കെ ചെയ്യാൻ തോന്നും, ഡെക്കറേഷൻ വേണമെങ്കിൽ ഡെക്കറേഷൻ. അപ്പൊ മനസ്സിലായില്ല എന്തൊക്കെ ഡെക്കറേഷൻസ് ആണ് അതിൽ വേണ്ടതെന്ന്. പുസി ഡെക്കറേഷൻസ്, അല്ലെങ്കിൽ അങ്ങോട്ട് എന്തൊക്കെ ഡെക്കറേഷൻസ് വേണം അത്. അങ്ങോട്ട് കോമൺലി നമ്മൾ എല്ലാം ഷെയർ ചെയ്യും ഓപ്പൺലി. എന്ന് പറഞ്ഞ ഒരു വേണമെങ്കിൽ ചോദിക്കാറുണ്ട്, പാർട്ട്ണറിനോട് ചോദിക്കാറുണ്ട് വേറെ ആരെങ്കിലും ഫക്ക് ചെയ്യണോ, അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് ഫക്ക് ചെയ്യണോന്ന്. ഞാൻ ഇല്ല, ഇപ്പൊ പ്രസന്റ് വരെ എനിക്ക് തൽക്കാലം തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ഒരു ലൈഫിൽ നിന്ന് വേറൊരു ലൈഫിലേക്ക് വന്നപ്പം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ജീവിതം ചുമ്മാ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട്, മീൻസ് വേറെ കാര്യങ്ങൾ കൊണ്ട് ഈ സെക്സ് എന്ന് പറയുന്ന ആദ്യമൊക്കെ എനിക്ക് സത്യം പറഞ്ഞ എന്റെ കുടുംബത്തിൽ പറഞ്ഞ കൊച്ചായോണ്ട് എനിക്കിത് പുറത്ത് പറയാൻ പേടിയായിരുന്നു. ഈ സെക്സിനെ കുറിച്ച് ആർക്കെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ പിന്നെ ആ ഒരു പേടി മാറിയ ഒരു സെക്ഷനുണ്ട്. പിന്നെ മനസ്സിലായി സെക്സ് നമ്മളായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും. ആസ്വദിച്ച് വന്നപ്പോഴാണ്, 1 വർഷമൊക്കെ കഴിഞ്ഞു, 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സെക്സ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ ഞാൻ ആലോചിച്ച്, ഞാൻ ഈ 18 വയസ്സിലൊക്കെ എന്ത് ചെയ്തോണ്ടിരുന്നെന്ന്. ചുമ്മാ വെറുതെ ഇരുന്ന് ആ സമയം കൊണ്ട് ആ ഒരു 8 വർഷത്തോളം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചുമ്മാ ഒരാളുടെ പിന്നാലെ നോക്കി നടന്നിട്ടൊന്നും കാര്യമില്ല. സെക്സ് ആസ്വദിക്കാൻ കിട്ടിയ പ്രേമൊന്നും നോക്കരുത്, കേറി അങ്ങ് ഫക്ക് ചെയ്യുക. അത് പ്രേമിച്ചോ, ഇന്ന് അവനോട് ഓപ്പൺ ആയിട്ട് പറയണം, കേറി എനിക്ക് നിന്നോട് ഇഷ്ടമാണടാ, നിനക്ക് പറ്റുമെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്ക്, ഞാൻ നല്ല രീതിയിൽ കളിച്ചു തരാം എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് പോവാ. ഞാൻ അങ്ങനെ നല്ല രീതിയിൽ അറ്റ് പ്രസന്റ് വരെ ഇന്ന് വരെയും കളിച്ചിട്ട് നിൽക്കുന്ന ഒരുത്തിയാണ്. ലോകം സമയത്ത് വരെ ഗ്യാപ്പ് കിട്ടുമെങ്കിൽ കളിക്കാൻ പോണ ആളാണ് ഞാൻ. ലോക്ക്ഡൌണിൽ പോലീസുകാരെ പിടിച്ചു നിർത്തുമെന്ന് തോന്നിയൊന്നുമില്ല. ഞാനൊരു റിക്വസ്റ്റ് അങ്ങോട്ട് എഴുതിക്കൊണ്ട് ചിരിച്ചോണ്ട് അങ്ങ് പോകും. മാന്യമായിട്ട് ഡ്രസ്സും ധരിച്ചോണ്ട് പോകും, കാരണം യുവമാർക്ക് തോന്നും വേറെ എവിടെയെങ്കിലും പോണെന്നത്. മാന്യമായിട്ട് ഡ്രസ്സും ധരിച്ചങ്ങ് പോകും. പോയി കഴിയുമ്പോ പിന്നെ അങ്ങ് കളിക്കാരനെ കിട്ടി അങ്ങ് കളിക്കുക.
കുറച്ച് എനർജി ഇങ്ങോട്ട് ചൊരിയൂ. ആർക്കാണ് വേണ്ടി രശ്മി? ഞാൻ എനിക്ക് തന്നിരിക്കാം. എത്ര എന്തൊക്കെ ചെയ്യാൻ മോളെ സെക്സിനെ കുറിച്ച് അറിയണമെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഞാൻ പറഞ്ഞു തരാം മക്കളെ. നമ്മൾ ഗുരുവിന് ശിഷ്യത്വം വഹിച്ചിരിക്കുന്നു. സത്യം. 64 കാമകലകൾ കഴിഞ്ഞു. 120 124 ആയി എന്നാ തോന്നുന്നത്. 128. ഞാനില്ല, ഞാൻ മറ്റേ നമ്മള് പറയാറില്ല ഏനൽ സെക്സ് വരെ അതുവരെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്ന വ്യക്തിയാണ്. അല്ല അശ്വതി, പക്ഷെ അത് ഭയങ്കര പെയിൻഫുൾ അല്ലേ സാധാരണ? അല്ലടാ, അതിനൊരു പൊസിഷൻ ഉണ്ടടാ. അത് ഈ സത്യം പറഞ്ഞ എന്റെ കളിക്കാരനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവൻ പറഞ്ഞ ഇങ്ങനെ ഒരു പൊസിഷനിൽ കളിച്ച് കറക്റ്റ് ആയിട്ട് പക്ക് ചെയ്യാൻ പറ്റുന്നു. ആദ്യമൊക്കെ സൈനനാണെന്ന് തോന്നുന്നു. അവൻ നല്ലൊരു കളിക്കാരനാണെന്ന് തോന്നുന്നു സത്യത്തില്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് അശ്വതി നമ്മളെ ഒരു വലിയൊരു പരാജയം. അതാണ് കാരണം ഇത് നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകളായിരിക്കും മിക്കവാറും നമ്മൾ. സത്യം പറഞ്ഞ ഞാൻ പട്ടപൂജയായിരുന്നേ. ഞാനൊരു ബിഗ് സീറോ ആയിരുന്നു കേട്ടാ. ആദ്യമൊക്കെ ട്രൈ ചെയ്യാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല സക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ഒരുത്തിയാണ് ഞാൻ. അതിൽ നിന്ന് ഇവിടം വരെ എത്തണമെങ്കിൽ ഞാൻ അത് കുറച്ച് ട്രൈ ചെയ്ത് ഞാൻ പിന്നെ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് എന്നെ പെർഫെക്റ്റ് ആക്കിയത് പ്രാക്ടീസ് ആണ്. എക്സാക്ട്ലി, പ്രാക്ടീസ് മേക്സ് എവരിവൺ പെർഫെക്റ്റ്. ശ്രുതി അതേ കൂടി നമ്മൾ ആലോചിക്കണം. കാരണം ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം അതിനെ പറ്റിയൊരു ബോഡി വേണ്ടേ? ഞങ്ങൾക്ക് വലിയ പരാജയം അതാണ്. ഞങ്ങൾക്ക് എക്സ്പെരിമെന്റ് നടത്താൻ ഈ 64 കാമകലകൾ പഠിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ആ എക്സ്പെരിമെന്റ് നടത്താൻ ഒരു ബോഡി കിട്ടിയിട്ടില്ല. ഞാൻ പോകുമ്പോഴേ തന്നെ എല്ലാവരും ചിലപ്പോ എനിക്ക് തോന്നുന്നു ഞാനൊരു പുരുഷന്റെ ഞാൻ അത്രയും ഒരു 6 feet ആയിട്ടുള്ള വലിയൊരു ഗടാഗടിയനെ ഞാൻ പ്രേമിച്ചിട്ട് അയാൾ എന്നെ കാണുമ്പോൾ തന്നെ ഓടുന്ന ഒരാളാണ്. അങ്ങനത്തെ എക്സ്പെരിമെന്റ് പോയിട്ട് ഒന്ന് തൊടാൻ പോലും പറ്റാത്തൊരു. എന്റെ പൊന്നു നോഷിപ്പ ഞാൻ പറഞ്ഞു തരാം. ഇതിന് നമ്മൾ ആ ആളുടെ കൂടെ കളിക്കുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞ ആദ്യം അയാളെ കണ്ടപ്പം പരിചയപ്പെട്ടപ്പം അയാള് സത്യം പറഞ്ഞ എന്റെ അടുത്ത് പരിചയപ്പെടാൻ മതി. എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. കുറെ കാലം കൊണ്ട് കിട്ടിയില്ല. അങ്ങോട്ട് സഡനായിട്ട് ഉമ്മയും വെച്ചിട്ട് അങ്ങ് തുടങ്ങി. അപ്പൊ അവൻ അന്നം വിട്ട കുന്നം പിഴിയോനെന്ന് ഇത് ആരടാ അപ്പ. പിന്നെ അവൻ ആദ്യമൊക്കെ പറഞ്ഞേട്ടാ സത്യം പറഞ്ഞ മോശം സെക്സ് തന്നെയാണ് ആദ്യം ഫസ്റ്റ് ഒപ്പീനിയൻ പറഞ്ഞത്. പിന്നെ അവൻ പറഞ്ഞു എന്റെ ഗുരുവേ നമോ വാഗാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത്യാവശ്യം തുണ്ടൊക്കെ പറയും. അതുകൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട്. ഈ ലോക്ക്ഡൌൺ സമയത്ത് പിടിച്ചു നിൽക്കാൻ ആകെ തുണ്ട് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഫോണിൽ കൂടെ പാർട്ട്ണർക്ക് തുണ്ട് പറഞ്ഞു കൊടുക്കാലോ നമുക്ക്. അശ്വതി ഒരു ചേസ് അടിക്കണോ? അശ്വതി ഏത് പെഗ്ഗാണ് അടിക്കണമെന്നും കൂടെ പറയും മോളെ. ഡ്രിങ്ക്സ് അടിച്ച് നമ്മൾ ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാ എന്റെ പൊന്നു മോളെ അതൊക്കെ ഒരു വേറെ ലെവലാ. പിന്നെ എനിക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെടുത്തി തന്ന എന്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ ഈ ഗ്രൂപ്പിൽ ഉണ്ടാന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അവനോട് ആദ്യം നന്ദി പറയണം. അവൻ പറയണേ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, തുണ്ട് ഗ്രൂപ്പ് എന്ന് പറയും. ആ തുണ്ട് ഗ്രൂപ്പ് വാട്സപ്പിനകത്ത് ആ ഗ്രൂപ്പിനകത്ത് ഫോണിന് മാത്രം എഴുതി മിയാ ഖലീഫയുടെ പിക്ചറും വെച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് പറയാം ഈ കേറി നോക്കി ഈ ഗ്രൂപ്പിനകത്ത് നിന്റെ ഇഷ്ടപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ കൊള്ളാലോ ഐറ്റം എന്നൊന്ന് കേറി കുറെ നേരോട് ഞാൻ നോക്കണേ എന്നെ അത് സംസാരിക്കാൻ വിടാൻ ഞാൻ തരുന്നില്ല ചാൻസ്. അനുഭവങ്ങൾ സൂപ്പറായിരുന്നു. ശ്രീ പാർവതി നല്ല ടവറിന്റെ മേലിലൊക്കെ കളിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്ക് അവളോട് ഭയങ്കരമായിട്ടും സന്തോഷം. താങ്ക് യു. വയലിൽ പോയി കളിച്ചിട്ടുണ്ട്. വയലിൽ പോയി കളിച്ചപ്പം എന്താ പറയാ ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരുന്നു. ഈ പുല്ലില് കിടക്കുമ്പോഴേ ചൊറിച്ചില് വരും. നമ്മള് സിനിമയിൽ കാണുന്ന പോലെ ഈ കണ്ടെത്തുനിന്ന് പിടികൂടുന്ന സാധനം സിനിമയിൽ കാണുന്ന അത്ര ഈസി അല്ല പരിപാടി. സത്യം മോളെ. പക്ഷെ അതൊക്കെ ചുമ്മാ നമുക്ക് പക്ഷെ ഓരോ ചെയറിലൊക്കെ ഇരുന്ന് പക്ക് ചെയ്യുമ്പോഴും കിട്ടുന്ന ഒരു മൂല കിട്ടിയ അവിടെ ഇരുന്ന് പക്ക് ചെയ്യുന്നു. നടു റോഡിൽ പക്ക് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പാട്ടറേം കൊണ്ട് ജില്ല തോറും പക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വണ്ടി കാറ് സൈഡിൽ ഒതുക്കി നിർത്തി പക്ക് ചെയ്യുമല്ലോ. അതുവരെ അത് മിഡ് നൈറ്റ് ആണ് കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി സാഹസങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ എല്ലാം ചെയ്യും. അതാ ഞാൻ പറഞ്ഞത് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസും സെക്കൻഡ് എക്സ്പീരിയൻസും വ്യത്യാസമാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ കരച്ചിലും വീഴ്ചിലും എനിക്ക് ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ ആളിനോട് പറഞ്ഞു ഞാൻ ഒരു 20 വയസ്സിലാ തുണ്ടൊക്കെ ആദ്യം കാണാൻ തുടങ്ങി. എന്റെ കൂട്ടുകാരിയുടെ കൂടെ ഇരുന്ന് തുണ്ടൊക്കെ കാണാൻ തുടങ്ങിയപ്പോ ഇവര് ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് ഞാൻ അങ്ങോട്ട് അയാളുടെ റിക്വസ്റ്റ് ചെയ്തപ്പോ അയാൾ പറയണേ നിനക്ക് ഇതൊക്കെ എവിടെ നിന്ന് അറിയാം? ഞാൻ തുണ്ട് കണ്ടിട്ടാണെന്ന്.
അപ്പൊ അയാൾ എന്റെ അടുത്ത് മുഖത്തൊക്കെ എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷെ സെക്കൻഡ് എനിക്ക് കിട്ടിയ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ 1.5 പാർട്ട്ണറാണ്. എന്റെ പൊന്നുമോനെ, അവൻ കളഞ്ഞാലും ഞാൻ അവനെ കളയൂല, തീരുമാനിച്ചു വച്ചിരിക്കുന്നതാണ്. ഈ ഗ്രൂപ്പിൽ വല്ലതും കേൾക്കണമെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തെ എന്നെ കളയരുത്. കുറെ പുരുഷന്മാരെ അല്ല, ഇവിടെ കുറെ പേര് കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരോട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും, അതൊക്കെ ഞങ്ങളുടെ സൗകര്യം ഇതൊക്കെയാണ് ഞങ്ങൾ. പക്ഷെ അത് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഇനിയും നിങ്ങളുടെ എന്താ പറയാ പെനീസ് കൊണ്ടിട്ട് ഞങ്ങളുടെ ഇൻബോക്സ് നിറയ്ക്കരുത്. കാരണം DML പെനീസ് കൊണ്ടിടരുത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ കണ്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പല വെറൈറ്റി കണ്ട് മടുത്തു. പല വെറൈറ്റി, പല സൈസുകൾ കണ്ട് പക്ഷെ അതൊരു ചിലരുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ ഇത് വലുതായിട്ട് നിങ്ങളിത് കൊണ്ടിട്ടത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാൻ പോകുന്നില്ല. കാരണം ഞങ്ങൾക്ക് തന്നെ ഒരു സെൻസേഷൻ പാർട്ട് തന്നെ കുറച്ച് ഭാഗമുള്ളൂ. ഒരു വിരല് കൊണ്ട് പോലും ഒരു സ്ത്രീനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമ്പോൾ നിങ്ങൾ ഇത്ര ഒലക്ക പോലുള്ള സാധനമൊന്നും ഇവിടെ കൊണ്ട് അയ്യോ എനിക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതൊന്നും കൊണ്ട് തട്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വല്ല ഇൻകൃതിയും വരുത്തണം എന്ന് ഇവിടെ കൊണ്ട്. അത് സത്യം. ഈ കോൺവെർസേഷൻ കേട്ട് ഒരുത്തന്മാര് നമ്മളടുത്തേക്ക് വരട്ടെ നമുക്ക് താല്പര്യം തോന്നൂല. താല്പര്യമില്ല ഞങ്ങൾക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വലിയ ഞാൻ ഭയങ്കരമായ ഒരു പ്രണയത്തിലാണ്. എന്റെ അയാളെ ഞാൻ പ്രണയിച്ചു കൊണ്ട് കിടക്കുന്ന വേറൊരാൾ എനിക്ക് സഹിക്കാനേ പറ്റില്ല. ഞാൻ ആളിനെ പ്രണയിക്കുന്നുണ്ട്. പിന്നെ ആദ്യമൊക്കെ തോന്നിയിട്ട് ആള് പറയാറുണ്ട് നിനക്ക് വേണമെങ്കിൽ വേറെ നോക്കി. ഞാൻ പറഞ്ഞു ഇല്ലല്ലോ പറ്റില്ല. കാരണം ഞാൻ ഇയാളുടെ 100-101% സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഞാൻ ഒന്നും കൂടെ പോയി കഴിഞ്ഞാലേ ശരിയാവത്തില്ല. അല്ല, ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടുത്തെ ലേഡീസിനൊക്കെ. ചിലപ്പോ നമ്മളുടെ ഇൻബോക്സുകളിൽ നിറഞ്ഞു കവിയാനും ഫോളോവേഴ്സിനുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല. അതുപോലെ ഇന്ന് ക്ലബ് ഹൗസ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഞാനൊരു ചാറ്റ് റൂമിൽ വരുന്നത് തന്നെ. അപ്പൊ ഈ ചാറ്റ് റൂമിൽ വരുന്നതിന് മുൻപ് ഒരു ഫോളോവർ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്റെ ഒരു സ്റ്റുഡന്റ്, ഒരു കൊച്ചായിരുന്നു. ഇപ്പൊ എനിക്ക് 142-150 ആയിട്ടുണ്ട്. അപ്പൊ ഞാനിത് എങ്ങനെയാ ഇതിന്റെ ഒരു സാധനം ചെയ്യണേ തപ്പുവാ. ഞാൻ 55 കിടന്നതാണ്. ഇപ്പം 703 ഫോളോവേഴ്സ് ആയി. എങ്ങനെയായെന്ന് എനിക്ക് അറിയില്ല. പരിശോധിക്കണം. അതെ, അതില് വിറ്റ് എന്താ വെച്ചാലേ പേരുകളാണ് വിറ്റ്. എന്താണ് നാടൻ ജോണി, പ്ലേ ബോയ്, എന്റെ പൊന്നു. ഞാൻ ഫോളോവേഴ്സ്